പാത്തുമ്മ. നമ്മുടെ ഇക്കാനെ അറിയുമോ? ബഷീർ. മൂപ്പര് വലിയ എഴുത്തുകാരനായിരുന്നു. നമ്മളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പാത്തുമ്മയുടെ ആട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പങ്കുറങ്കുള്ളോളെ, പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്, പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ, പൂത്തു നിൽക്കുന്നോളെ. നമസ്കാരം. ഇന്ന് ജൂലൈ 5 ബഷീർ ദിനം. ബേപ്പൂർ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ നോവലാണ് പാത്തുമ്മയുടെ ആട്. വളരെ രസകരമായി സ്വന്തം ജീവിതം ലേഖനങ്ങളായി സൃഷ്ടിക്കുന്ന അദ്ദേഹത്തിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ കഥാപാത്രമായ പാത്തുമ്മയെ നമുക്കൊന്ന് കണ്ടാലോ? പത്തിരി ചുട്ടു വിളമ്പി വിളിച്ചത് മുത്തൊളി പാത്തുമ്മ. എൻ്റെ ബദിരീങ്ങളെ, എൻ്റെ ആടവിടെ വിശന്നു നിൽക്കുകയായിരിക്കും, ഇതതിന് കൊടുക്കാം. എൻ്റെ ആടിനിത്തിരി വെള്ളവും പ്ലാവിൻ്റെ ഇലയും കൊടുക്കാൻ ഈ പുരയിൽ ആരുമില്ലേ? എൻ്റെ ആടൊക്കിതാ ക്ഷീണിച്ചു പോയി. എൻ്റെ ആടൊന്ന് പെറ്റോട്ടെ, ഒരു തുള്ളി പാല് പോലും കിട്ടുമെന്ന് ആരും കിനാവ് കാണേണ്ട. പാത്തുമ്മയോടാണോ കളി? നമ്മളെ പാത്തുമ്മ, നമ്മുടെ ഇക്കാനെ അറിയുമോ? ബഷീർ. മൂപ്പര് വല്ല എഴുത്തുകാരനാ. നമ്മളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പാത്തുമ്മയുടെ ആട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എൻ്റെ മോള് ഖദീജ, എൻ്റെ ഭർത്താവ് കൊച്ചുണ്ണി, അയാൾക്ക് കച്ചവടമാ. മൂപ്പര് രാവിലെ കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും നമ്മുടെ ആടിനെ കാണാൻ. വല്യക്കാക്ക പറയാ, വല്യക്കാക്കൻ്റെ പുസ്തകങ്ങളെല്ലാം എൻ്റെ ആട് തിന്നുമെന്ന്. എൻ്റെ ആട് അങ്ങനെ ചെയ്യുമോ? പറയും, നിങ്ങൾ പറയും. ജൂലൈ 5 ബഷീർ ദിനം. ബേപ്പൂർ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ നോവലാണ് പാത്തുമ്മയുടെ ആട്. വളരെ രസകരമായി സ്വന്തം ജീവിതം ലേഖനങ്ങളായി സൃഷ്ടിക്കുന്ന അദ്ദേഹത്തിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ പ്രധാന കഥാപാത്രമായ പാത്തുമ്മയെ നമുക്കൊന്ന് കണ്ടാലോ? പത്തിരി ചുട്ട് വിളമ്പി വിളിച്ചത് മുത്തൊളി പാത്തുമ്മ. എൻ്റെ ബദിരീങ്ങളെ, എൻ്റെ ആടവിടെ വിശന്നു നിൽക്കുകയായിരിക്കും, ഇതതിന് കൊടുക്കാം. എൻ്റെ ആടിനിത്തിരി വെള്ളവും പ്ലാവിൻ്റെ ഇലയും കൊടുക്കാൻ ഈ പുരയിൽ ആരുമില്ലേ? എൻ്റെ ആടൊക്കെ ഇതാ ക്ഷീണിച്ചു പോയി. എൻ്റെ ആടൊന്ന് പെറ്റോട്ടെ, ഒരു തുള്ളി പാല് പോലും കിട്ടുമെന്ന് ആരും കിനാവ് കാണേണ്ട. പാത്തുമ്മയോടാണോ കളി? നമ്മളെ പാത്തുമ്മ, നമ്മുടെ ഇക്കാനെ അറിയുമോ? ബഷീർ. മൂപ്പര് വലിയ എഴുത്തുകാരനാ. നമ്മളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പാത്തുമ്മയുടെ ആട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എൻ്റെ മോളാണ് ഖദീജ, എൻ്റെ ഭർത്താവ് കൊച്ചുണ്ണി, അയാൾക്ക് കച്ചവടമാ. മൂപ്പര് രാവിലെ കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും നമ്മുടെ ആടിനെ കാണാൻ. വല്യക്കാക്ക പറയാ, വല്യക്കാക്കയുടെ പുസ്തകങ്ങളെല്ലാം എൻ്റെ ആട് തിന്നുമെന്ന്. എൻ്റെ ആടങ്ങനെ ചെയ്യുമോ? പറയും, നിങ്ങൾ പറയും.